സമയം ഇപ്പോൾ 5 മണി. അടുക്കളയിൽ അത്താഴത്തിന് തയ്യാറെടുപ്പുകളൊക്കെയും കഴിഞ്ഞ് അത്താഴവും കഴിച്ച് നീയത്തും വെച്ച് കഴിയുമ്പോഴത്തേക്കും സുബഹി നമസ്കാരത്തിനുള്ള സമയവുമാവും. അങ്ങനെ സുബഹി നമസ്കാരവും ഒക്കെയും കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് നമ്മോടൊപ്പം ഈ റമദാനിനില്ല. അവർക്ക് ഈ റമദാൻ കാത്തിരിക്കാനായില്ല. പക്ഷേ നമുക്കതിനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. രാവിലെ മോളെ സ്കൂളിൽ വിട്ടതിന് ശേഷം എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ച് ഉച്ചയ്ക്ക് കുറച്ച് ക്ഷീണമൊക്കെ തോന്നുമ്പോഴും മനസ്സിൽ ഉറച്ച നീയത്തിൻ്റെ ബലം ഉള്ളതുകൊണ്ട് തന്നെ ധൈര്യം എവിടെ നിന്നൊക്കെയോ കടന്നു വരും. ഈ ലോകത്ത് വിശപ്പോടെ കഴിയുന്നവരെ ഓർക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് ചെറുതായി തോന്നാം. നമുക്കറിയാം, നോമ്പ് ശരീരത്തിൻ്റെ അല്ല, മനസ്സിൻ്റെയും കൂടിയാണ്. കള്ളം പറയാതിരിക്കുക, കോപം നിയന്ത്രിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. റമദാൻ നമ്മളെ അങ്ങനെ നല്ല മനുഷ്യരാക്കാൻ കൂടെ വന്ന മാസമാണ്. ഇപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും. ഇപ്പോൾ കിണറുകളൊക്കെ വറ്റുന്നൊരു സമയം കൂടിയാണ്. ദാഹജലത്തിനായി നെട്ടോട്ടോടുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റിനും ഉണ്ടാവും. പറ്റുമെങ്കിൽ കുറച്ച് വെള്ളം നമ്മുടെ ടെറസിൻ്റെ മുകളിലോ അതല്ല നമ്മുടെ പരിസര പ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ചാൽ പക്ഷികൾക്കൊക്കെ അതൊരു വലിയ ആശ്വാസമായിട്ട് മാറും. അങ്ങനെ ഞാൻ കോഴിക്കോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും 4 മുട്ടയുണ്ടായിരുന്നു. പക്ഷേ നമുക്കിത് കൈ വെച്ച് എത്തിപ്പിടിച്ച് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ ഒരു സൈഡിലൊരു കമ്പ് വെച്ചിട്ടുണ്ട്. ആ കമ്പിൻ്റെ അറ്റത്തായിട്ടൊരു ഐസ്ക്രീമിൻ്റെ ടിൻ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ നീക്കി വലിച്ചിട്ട് നമുക്കത് കൈ കൊണ്ടെടുക്കാം. അങ്ങനെ 4 മുട്ടയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് കുളിച്ച് വരുമ്പോഴത്തേക്കും പള്ളിയിൽ ബാങ്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ളുഹറിൻ്റെ സമയമായി. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഖുർആനൊക്കെ ഓതി ദുആകൾ പറഞ്ഞ് ദിക്റുകൾ പറഞ്ഞ് അങ്ങനെ ദിവസം മുഴുവനും ഇങ്ങനെ ചിട്ടയായിട്ട് കടന്നു പോകും. റമദാൻ ആവുമ്പോൾ എല്ലാ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ചിട്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും മോള് സ്കൂളിൽ നിന്ന് വരാൻ സമയമായിട്ടുണ്ടാവും. അങ്ങനെ അവൾ സ്കൂളിൽ നിന്ന് വരും. അവൾക്ക് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് അവളെ ഒന്ന് റെഡിയാക്കി എടുത്ത് വരുമ്പോഴത്തേക്കും അസറിൻ്റെ ബാങ്ക് കേൾക്കും. അങ്ങനെ അസർ നമസ്കാരവും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമയം എങ്ങോട്ടാണ് പോകണമെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. പിന്നീട് അടുക്കള മുഴുവനും സജീവമായി തുടങ്ങും. നോമ്പ് തുറക്കാനായിട്ട് എന്തായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളൊരു തത്രപ്പാടിലായിരിക്കും പിന്നീട് അങ്ങോട്ടല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പിന്നെ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ വെച്ച് നമ്മൾ നോമ്പ് തുറക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. നോമ്പ് മുറിക്കുന്നതിന് മുന്നേ പല പല ആഗ്രഹങ്ങൾ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നുമെങ്കിലും പക്ഷേ നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ. ഫ്രിഡ്ജിൽ കുറച്ച് കൊഞ്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കൊഞ്ച് ക്ലീൻ ചെയ്തെടുത്ത് കറിയാക്കി. അതും ചപ്പാത്തിയാണ് ഇന്നത്തെ ഡിന്നർ. പിന്നെ നോമ്പ് തുറക്കായിട്ട് എന്തെങ്കിലും ഒരു സ്നാക്കും അതുപോലെ ജ്യൂസോ വെള്ളം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ തയ്യാറാകുമ്പോൾ ഒരു ദിവസത്തെ നോമ്പ് പിന്നിട്ട സന്തോഷം മനസ്സിൽ നിറയും. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കേൾക്കുമ്പോൾ ഒരു കഷ്ണം ഈത്തപ്പഴത്തിലോ ഒരു ഗ്ലാസ് വെള്ളത്തിലോ ഇന്നത്തെ നോമ്പ് മുറിക്കും. ആ വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും എത്ര വിലപ്പെട്ട സമ്പത്താണെന്ന് നമുക്കപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇഫ്താറിന് ഒരുപാട് വിഭവങ്ങളില്ലെങ്കിലും കുടുംബം ഒരുമിച്ചിരിക്കുന്നൊരു സന്തോഷം മതിയാകും. ആ നിമിഷം നമുക്ക് മനസ്സിലാവും, റമദാൻ എന്നത് വെറും ഭക്ഷണം മാത്രമല്ല, അതൊരു കുടുംബത്തിൻ്റെ ഒത്തുചേരൽ കൂടിയാണെന്ന്. അങ്ങനെ വീടിൻ്റെ പുറകിൽ നോക്കിയപ്പോൾ കുറച്ച് മുരിങ്ങയ്ക്കായ നല്ലപോലെ വിളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒടിക്കാൻ നോക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒറ്റ വലിക്കത് ഒടിക്കാൻ പറ്റിയില്ല. പിന്നെ അത് കറക്കി കറക്കി എടുത്തിട്ടാണ് കേട്ടോ ഒടിച്ചത്. അങ്ങനെ കുറച്ച് മുരിങ്ങക്കായ ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുവച്ചു. വീട്ടിലെ എല്ലാ ഫലവൃക്ഷങ്ങളും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ചക്കയായാലും മാങ്ങയായാലും ജാമ്പയ്ക്ക ആയാലും ചെറിക്ക, ആത്തയ്ക്ക അങ്ങനെയെല്ലാം നന്നായിട്ട് കായ്ച്ചു വന്നിട്ടുണ്ട്. ആടിനെയെല്ലാം രാവിലെ അഴിച്ച് വെളിയിൽ കെട്ടിയതാണ്. ഇനി അതിനെയെല്ലാം വൈകുന്നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതിനെയെല്ലാം തിരിച്ച് അതുപോലെ കൂട്ടിൽ തിരിച്ച് കെട്ടണം. കുട്ടികളൊക്കെ അതിൻ്റെ കൂടെയൊക്കെ വൈകുന്നേരം കുറച്ച് സമയങ്ങൾ ഇങ്ങനെ കളിക്കാറുണ്ട്. അങ്ങനെ നോമ്പ് മുറിക്കാനുള്ള സമയം അടുത്തടുത്ത് വരുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ തയ്യാറാകുമ്പോൾ ഒരു ദിവസത്തെ നോമ്പ് പിന്നിട്ട സന്തോഷം മനസ്സിലിങ്ങനെ നിറയും. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കേൾക്കുമ്പോൾ ഒരു കഷ്ണം ഈത്തപ്പഴത്തിലോ ഒരു ഗ്ലാസ് വെള്ളത്തിലോ ഇന്നത്തെ നോമ്പ് മുറിക്കും. ആ വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും എത്ര വിലപ്പെട്ട സമ്പത്താണെന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മഗ്‌രിബ് ബാങ്കൊക്കെ കേട്ടു, നോമ്പ് മുറിച്ചു. പിന്നീട് നമസ്കാരവും കുറച്ച് ഖുർആൻ വായനയും ഒക്കെ കഴിഞ്ഞ ശേഷം ഇന്ന് വീട്ടിലെ സ്പെഷ്യൽ കൊഞ്ചുകറിയും ചപ്പാത്തിയായിരുന്നു. അപ്പം അതും കഴിച്ചു. പാത്രങ്ങളൊക്കെയും കഴുകി വെച്ചു. അതിനുശേഷം ഇശാൻ്റെ ബാങ്ക് കേട്ടു. അങ്ങനെ ഇശാ നമസ്കാരവും കഴിഞ്ഞ് തറാവിയും കൂടെ കഴിയുമ്പോൾ ഇന്നത്തെ ഒരു നോമ്പ് അങ്ങനെ പൂർണ്ണമാകും. നമ്മുടെ വേദനകൾ പടച്ചവനോട് പറഞ്ഞ് കരയുകയും അതുപോലെ നമ്മുടെ സന്തോഷങ്ങൾ പടച്ചവനോട് പറഞ്ഞ് നന്ദി പറയുകയും ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും സമാധാനവും ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങളുമായി അടുത്തടുത്ത വീഡിയോസിൽ കാണാം.
അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നോമ്പ് വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കുട്ടികളെ ഉറക്കി ഞാനും ഉറങ്ങാൻ പോവുകയാണ്. രാത്രി ഇപ്പോൾ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.